പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് പൊട്ട് വാങ്ങിക്കൊടുക്കുന്നത്, പൂ വാങ്ങിക്കൊടുക്കുന്നത്, നെക്ലേസ് വാങ്ങിക്കൊടുക്കുന്നത്, ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നത്, അവൾ അത് ഇട്ട് വരുമ്പോൾ അതിന്റെ ഭംഗി ആസ്വദിക്കുന്നത്, ഇതൊക്കെയാണ് പ്രേമം, പ്രണയം, സ്നേഹം എന്നൊക്കെ പറയുന്നത്. അല്ലാതെ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ട് ആ ഒരു പെൺകുട്ടിയെ എവിടെ വെച്ച് കളിക്കാം, എങ്ങനെ കളിക്കാം, എപ്പോഴൊക്കെ കളിക്കാൻ കിട്ടും, എങ്ങനെയൊക്കെ കളിക്കാൻ കിട്ടും, ആ ഒരു കളി ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞ് രസിച്ച് നടക്കുന്ന അതൊന്നും ഒരിക്കലും പ്രേമമല്ല. അതിന്റെ പേരാണ് എന്ത്? കാമം. ഇന്നത്തെ തലമുറകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന സംഭവമാണ് കാമം. അതിൽ പ്രേമമില്ല, പ്രേമം എന്ന് അവർ വിശേഷിപ്പിക്കുന്ന സാധനം തന്നെയാണ്. പക്ഷെ നമുക്കതിൽ കാണാൻ പറ്റുന്നത് കാമം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ വരും തലമുറ സെക്സിനെ അല്ലെങ്കിൽ ലൈംഗികതയെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് വളരെ വിചിത്രമായിരിക്കുകയാണ്. കാരണം അതായത് സെക്സ് എന്ന് പറയണത് അല്ലെങ്കിൽ ലൈംഗികത എന്ന് പറയണത് മനുഷ്യന്റെ അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങളുടെ അതിജീവനത്തിന് വേണ്ടിയിട്ട് പ്രകൃതി നമുക്ക് നൽകിയിട്ടുള്ള ഒരു സവിശേഷമായിട്ടുള്ള ഗുണമാണ് ഈ ഒരു ലൈംഗികത, അതിൽ നിന്നും വരുന്ന പ്രത്യുൽപാദനം എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇന്നത്തെ തലമുറ ഇത് വെറും ഒരു കുട്ടിക്കളി ആയിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അവരുടെ വികാരം അടക്കാൻ വേണ്ടിയിട്ട് മാത്രമേ അവര് ഈ ഒരു ലൈംഗികതയെ ഉപയോഗപ്പെടുത്താറുള്ളൂ. അല്ലാതെ അതിന്റെ ഗുണം എന്താണ്, സവിശേഷത എന്താണ്, അത് നമ്മൾ എവിടേക്കാണ് ഉൾപ്പെടുത്തേണ്ടത്, ഇതൊന്നും അവർക്ക് അറിയില്ല. അതിനെക്കുറിച്ചൊന്നും യാതൊരു ബോധവുമില്ല. ഇന്നത്തെ തലമുറയിലുള്ള കുറച്ച് കുട്ടികളോട് ഈ ഒരു കാര്യത്തെക്കുറിച്ച്, അതായത് സെക്സ് ജീവിതത്തിൽ കല്യാണത്തിന് മുൻപ് ചെയ്യുന്നത് നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു കുട്ടികളുടെ വളരെ വിചിത്രമായിട്ടുള്ള മറുപടി നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. വിചിത്രം എന്ന് നമ്മൾക്ക് തോന്നുമെങ്കിലും ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതൊരു വിചിത്രമായിട്ടുള്ള കാര്യമേ അല്ല, ഒരു നോർമൽ ആയിട്ടുള്ള കാര്യം മാത്രമാണ്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളെ സെക്ഷൽ റിലേഷൻ വേണമോ വേണ്ടേ? അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമല്ലേ, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനിപ്പോ വിവാഹം അങ്ങനെയുള്ള കാര്യമായിട്ട് ബന്ധിപ്പിക്കണം എന്ന് തോന്നുന്നില്ല. അതൊക്കെ സൊസൈറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കഷ്ടത്തിന്റെ ഭാഗമാണ്. കല്യാണത്തിന് ശേഷം മാത്രം നടക്കണമെന്നൊന്നുമില്ല. അവർക്ക് എപ്പോൾ തോന്നുന്നു അവർക്ക് അത് ഓക്കെ ആണ്, ആ ടൈമിൽ ഓക്കെ ആണെങ്കിൽ അവർക്കത്. എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതിനെ കുറിച്ചാണ്. അതായത് സെക്സ് അല്ലെങ്കിൽ ലൈംഗികത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതിന് സമയവും സന്ദർഭവും എല്ലാം ഉണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകണം. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ഒന്ന് ഓടിച്ചു നോക്കുക, അത് മാത്രമാണ്. അപ്പം ഈ ഒരു വീഡിയോ കുട്ടികൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ്. അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പായിട്ട് എന്റെ ചാനലിലെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് കയറി നോക്കിയിട്ട് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ വീഡിയോയിലെ കുട്ടികൾ പറയുന്ന കേട്ടില്ലേ, അതായത് സെക്സ് എപ്പോൾ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം, കല്യാണത്തിന് മുമ്പ് ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അത് അവരുടേതായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ് എന്നാണ്. ശരിയാണ്, ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് തന്നെയാണ് ലൈംഗികത അല്ലെങ്കിൽ സെക്സ് എപ്പോൾ ജീവിതത്തിൽ കൊണ്ടുവരണം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ആ ഒരു സെക്സ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നത് എന്നുള്ളത് മറന്നു പോകുന്ന ഒരു സാഹചര്യമാണിത്. അതായത് നമ്മുടെ ലൈംഗിക ശക്തിയെ തൃപ്തിപ്പെടുത്താൻ മാത്രമായിട്ടാണ് ഇവിടെ ഈ ഒരു കുട്ടികളുടെ മറുപടിയില് ലൈംഗികത എന്ന് പറയുന്ന കാര്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ലൈംഗിക ശേഷി അല്ലെങ്കിൽ ലൈംഗികത, സെക്സ് ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കുട്ടി വരികയോ അല്ലെങ്കിൽ നമ്മുടെ തലമുറയെ നിലനിർത്താനായിട്ട് ഒരാള് ഭൂമിയിലേക്ക് കടന്നു വരില്ല. അതിനെന്ത് വേണം? പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലുള്ള സമയത്തുള്ള സെക്സ് ജീവിതത്തിൽ കൊണ്ടുവന്നേ പറ്റുള്ളൂ. അതായത് നമുക്കൊരു വരും തലമുറ വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ജീവിതത്തിൽ നടന്നിരിക്കണം. പക്ഷെ ഇന്നത്തെ തലമുറകളിൽ അങ്ങനെ ഒരു സംഭവം അല്ല അവർ ഫോളോ ചെയ്യുന്നത്. എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നില്ല ഞാനിവിടെ. കുറച്ച് ആൾക്കാര് അവര് പഠിച്ച് ജോലിയൊക്കെ നേടി അതിനനുസരിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അതിലൂടെ ഈ ഒരു കാര്യം ആസ്വദിക്കണം, ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പറ്റം ജനങ്ങളുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതലുള്ളത്
അതായത് ഭൂരിഭാഗത്തിനേക്കാട്ടിലും കൂടുതലുള്ളത് മറ്റേ തരത്തിൽപ്പെടുന്നതാണ്. അതായത് സെക്സ് എപ്പോൾ ആഘോഷിക്കണം അല്ലെങ്കിൽ എപ്പോൾ എൻജോയ് ചെയ്യണം, ലൈഫിൽ എപ്പോൾ കൊണ്ടുവരണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരവരുടേതായ ചോയ്സ് ആണ്. വിവാഹത്തിന് മുമ്പ് രണ്ടുപേർക്കും താല്പര്യമുണ്ടെങ്കിൽ അവിടെ ചെയ്യാം. അതിപ്പം എവിടെ നിന്നാണെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാണ് ഇവർ പറയണത്. അതായത് ഇപ്പൊ നമുക്ക് റോട്ടിൽ നിന്ന് തോന്നുകയാണെങ്കിൽ റോട്ടിൽ അവിടെ അങ്ങ് കിടന്ന് ചെയ്യണം എന്നാണോ ഈ കുട്ടി ഉദ്ദേശിക്കുന്നത്? ഇതൊന്നും നേരായിട്ടുള്ള കാര്യങ്ങളല്ല. ഇതിലൂടെ ഒരുപാട് അതായത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസുകൾ നമുക്ക് പിടിപെടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതായത് നമ്മുടെ ഒരു ആവേശത്തിന്റെ പുറത്ത് അങ്ങ് ചാടി അങ്ങ് ചെയ്യും. പക്ഷേ ആ ഒരു എന്താ പറയാ, നമ്മൾ 1, 2, 3 മാസം കണ്ടിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ മുൻകാല ജീവിതം എങ്ങനെയാണ്, അല്ലെങ്കിൽ അയാൾക്ക് എന്തൊക്കെ ഡിസീസും കാര്യങ്ങളൊക്കെ അയാളുടെ ദേഹത്തുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു പങ്കാളി അറിയാൻ പോകുന്നില്ല. ഉറപ്പുള്ള കാര്യമല്ലേ? ബാക്ക്ഗ്രൗണ്ട് ഒന്നും അന്വേഷിച്ച് സ്നേഹിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ തോന്നുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച് പോകുന്ന പതിവൊന്നും എവിടെയും കാണില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു നിമിഷത്തിൽ അവരുടെ വികാരം അടക്കാൻ വേണ്ടിയിട്ട് അവരിത് ചെയ്യും. അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷമായിരിക്കും മറ്റേ ആള് മനസ്സിലാക്കുക തനിക്ക് ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് എന്നുള്ളത്. അതായത് ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, അതിപ്പം എയ്ഡ്സോ എന്ത് വേണമെങ്കിലും ആവാം, HIV-യോ HBsAg-യോ HCV-യോ എന്ത് വേണമെങ്കിലും ആവാം. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതോടെ നമ്മുടെ ജീവിതം കട്ടപ്പോക കഴിഞ്ഞു. പിന്നെ മരുന്നുമില്ല, മന്ത്രവുമില്ല, ഒന്നുമില്ല. നമ്മൾ അതിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കണം. ഇപ്പൊ കേരളത്തിലെ കണക്കെടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു കണക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. അതായത് ഏറ്റവും കൂടുതലുള്ളത് കുട്ടികളിലാണ് എയ്ഡ്സ്. അതായത് 18-നും 25-നും വയസ്സിന് ഇടയിലുള്ള കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സംഭവം പിടിപെടുന്നത്. അതായത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് പിടിപെടുന്നത്. അതിന്റെ കാരണം എന്താണ്? ആ ഒരു ക്യൂരിയോസിറ്റി നടന്ന സമയത്ത്, അതായത് എന്താണ് ഈ ഒരു ലൈംഗികത, അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് എന്താണ്, ആ ഒരു ഫീലിങ്ങിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ തേടിപ്പോകും. അപ്പൊ കാണുന്ന ആളെ ഇവർ പങ്കാളിയാക്കി എടുക്കുന്നു. അതിലൂടെ ഇവർക്ക് പലതും നഷ്ടപ്പെടുന്നു. പകരം പുതിയ കൂട്ടുകാരനായിട്ട് ഈ ഒരു അസുഖങ്ങളൊക്കെ ആയിരിക്കും അവർക്ക് ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പം എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കേരളത്തിലെ യുവാക്കൾക്കിടയിൽ HIV എയ്ഡ്സ് രോഗബാധ അപകടകരമായ രീതിയിൽ വർദ്ധിക്കുന്നു. 15 വയസ്സിനും 24 വയസ്സിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളിൽ 2022-23 കാലത്ത് 9% എയ്ഡ്സ് രോഗബാധയെങ്കിൽ 2025 ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള 7 മാസങ്ങളിൽ മാത്രം എയ്ഡ്സ് രോഗികളുടെ എണ്ണം 15.4% വർദ്ധിച്ചു. കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് 1213 പേരിൽ പുതിയതായി HIV രോഗം കണ്ടെത്തി. കണ്ടില്ലേ? ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. എത്രയോ അധികം ആളുകളിൽ ഇത് കൂടിക്കൂടി വരുന്നു എന്നാണ്. HIV എന്ന് പറയുന്ന, എയ്ഡ്സ് എന്ന് പറയുന്ന ഈ ഒരു രോഗം, മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഈ ഒരു രോഗം, സെക്ഷലി ട്രാൻസ്മിറ്റ് ആവുന്ന ഈ ഒരു രോഗം ഏറ്റവും കൂടുതലുള്ളത് കേരളത്തില് ഇപ്പം കൂടിക്കൂടി വരുന്നുണ്ട്. ഏറ്റവും കൂടുതലുള്ളത് 18-നും 25-നും വയസ്സുള്ള കുട്ടികളിലാണെന്നുള്ളത് വളരെ അതിശയിപ്പിക്കുന്ന കാര്യം. അതായത് ഈ ഒരു 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ എന്നൊക്കെ പറയണത് പഠിത്തം ഒക്കെ ഏകദേശം കഴിഞ്ഞ് ജോലിയിലൊക്കെ പ്രവേശിച്ച് ജീവിതം ഒരു കരയ്ക്ക് അടിക്കാൻ വേണ്ടി നോക്കുന്ന കുട്ടികളായിരിക്കും. അപ്പം അവരുടെ ഒരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് അവർ ഇണയെ തേടി പോകുന്നു. അവിടെ നിന്ന് അവർക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ പിടിപെടുന്നു. അതായത് ജീവിതത്തിലേക്ക്, അതായത് ഒരു കല്യാണം കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിലേക്കൊന്നും ഇവർ കാലെടുത്ത് വെച്ചിട്ടുണ്ടാവില്ല. അതിനു മുമ്പേ തന്നെ ലൈഫെല്ലാം നശിച്ചു പോയി. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിക്കുക. അതായത് ലൈംഗികത അല്ലെങ്കിൽ സെക്സ് എന്ന് പറയുന്നത് അതിജീവനത്തിന് വേണ്ടിയിട്ട് പ്രകൃതി അല്ലെങ്കിൽ ദൈവം മനുഷ്യന് നൽകിയിട്ടില്ല, അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു വരദാനമാണ്. അത് നമ്മൾ വേണ്ട സമയത്ത് വേണ്ട ആളോട് വേണം ഈ ഒരു വികാരം നമ്മൾ പുറപ്പെടുവിക്കാനായിട്ട്. അല്ലെങ്കിൽ അത് വളരെയധികം ഭവിഷ്യത്ത് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ വരും തലമുറ ഏറ്റവും കൂടുതൽ ക്യൂരിയോസിറ്റികളുടെ പുറകെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് അവർക്ക് ക്യൂരിയോസിറ്റിയാണ്. അവർക്ക് അത്രയൊന്നും നീണ്ട നാള് പിടിച്ച് ഈ ഒരു വികാരത്തെ വെക്കാനുള്ള കഴിവ് അവർക്കില്ല എന്ന് തോന്നുന്നു. ആ ഒരു വികാരത്തിനനുസരിച്ച് അവരങ്ങ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കിട്ടുന്ന ഇണയെ അവർ എന്താ പറയാ ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഇത് എന്തായാലും വളരെയധികം നാശത്തിലേക്ക് മാത്രമേ പോവുള്ളൂ. ഇനി അങ്ങോട്ട് വരുന്ന തലമുറകളെ ഒന്നും പിടിച്ചാൽ കിട്ടുമെന്ന് തോന്നുന്നില്ല. അതുപോലെ ആയിരിക്കും അവരുടെ ഓരോരോ പ്രവർത്തനങ്ങൾ.
എന്തായാലും നല്ലൊരു നാളെ നമ്മൾ പടുത്തുയർത്തണമെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മുടെ കുട്ടികള്, നമ്മുടെ വരും തലമുറയിലുള്ള കുട്ടികൾ ബോധവാന്മാരായിരിക്കുക തന്നെ വേണം. ഇത്രയും അധികം ഡേഞ്ചർ ആയിട്ടുള്ള ഈ ഒരു STD, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഒക്കെ പകർന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ ജീവിതം നഷ്ടപ്പെട്ടു. കാരണം ഇതിനൊന്നും മരുന്നുകൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. മരുന്നുകളില്ല. ഇത് വന്നു കഴിഞ്ഞാൽ ജീവിതം പോയി. ഇത് വരാതിരിക്കാനായിട്ട് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. അപ്പം ഈ ഒരു കാര്യം കണ്ടപ്പം ഞാൻ എന്റേതായിട്ടുള്ള കുറച്ച് വാക്കുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടില്ലെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.